ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നിസ്ത ഗാലറി. കുഴിയില്ലാത്ത കുഴിമന്തിയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഒരു വലിയ നോൺ സ്റ്റിക്ക് ചെമ്പ് അടുപ്പിൽ വെച്ച് അതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഒലീവ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 3 വലിയ സവാള ചെറുതായി അരിഞ്ഞത് ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് സ്പൈസസ് ചേർത്ത് കൊടുക്കാം. 2 പട്ട, 4 ഏലക്ക, 4 ഗ്രാമ്പു, 1 ടീസ്പൂൺ കുരുമുളക് എന്നിവ ചേർത്ത് ഒന്ന് മിക്സാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് ചിക്കൻ സ്റ്റോക്കിൻ്റെ 2 ക്യൂബും ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. ഞാനിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ സവാളയൊക്കെ ഇവിടെ നല്ലപോലെ ഗോൾഡൻ ബ്രൗണായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിയും ചേർത്ത് ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഇതൊരു വലിയ പീസായിട്ട് തന്നെയാണ് കട്ട് ചെയ്തിട്ടുള്ളത്. വേണമെങ്കിൽ നമുക്ക് ഒരു ചിക്കന് 4 പീസായിട്ടൊക്കെ ചേർക്കാവുന്നതാണ്. ഞാൻ ചെറിയ ക്വാണ്ടിറ്റിയിലാക്കുന്നത് കൊണ്ടാണ് 1/2 കിലോ ചിക്കൻ വെച്ചിട്ട് ചെയ്തിട്ടുള്ളത്. ചിക്കനും ചേർത്ത് ഒന്ന് നല്ലപോലെ ഒന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഇപ്പോൾ 6 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. വെള്ളം ഒഴിച്ച് നല്ലപോലെ മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇനി ഇതിൽ കിടന്ന് നമ്മുടെ ചിക്കൻ നല്ലപോലെ കുക്കായി വരണം. ഒരു 15 മിനിറ്റിന് ശേഷം നമ്മുടെ ചിക്കൻ ഇവിടെ നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഈ വെള്ളത്തിൽ നിന്ന് നമുക്ക് ചിക്കന് മാത്രം ഒന്ന് മാറ്റി വയ്ക്കാം. ചിക്കൻ മാറ്റി വെച്ചതിന് ശേഷം ഈ വെള്ളത്തിലേക്ക് നമുക്ക് 2 തക്കാളി നല്ല പേസ്റ്റ് പോലെ അരച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 4 പച്ചമുളക് മുഴുവനായിട്ട് തന്നെ ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. നേരത്തെ നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു.
ഇനി റൈസ് കൂടി ഇടുമ്പോൾ ഉപ്പ് കണക്കാവാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നോക്കിയിട്ട് ആവശ്യത്തിനുള്ളത് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നമ്മുടെ വെള്ളം നല്ലപോലെ തിളച്ച് വരുന്നുണ്ട്. ഇതിലേക്ക് 1 കപ്പ് വെള്ളം കൂടി ചേർക്കാം. ഞാനിവിടെ 3 കപ്പ് റൈസിന് ടോട്ടൽ 7 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. ബസ്മതി റൈസാണ്. അപ്പോൾ അത് അരമണിക്കൂർ കുതിർത്തി വെച്ച് കഴുകി വൃത്തിയാക്കി എടുത്തതാണ്. ഇനി റൈസും കൂടി ചേർത്ത് കൊടുക്കാം. നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. ഇനി നമുക്കിത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ റൈസൊക്കെ ഒന്ന് തുറന്ന് ഒന്നുകൂടി മിക്സാക്കി വീണ്ടും അടച്ച് വെച്ചിട്ടുണ്ട്. 5 മിനിറ്റ് കൂടി വേവാൻ വേണ്ടി. 5 മിനിറ്റിന് ശേഷം വീണ്ടും റൈസ് നല്ലപോലെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. അത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ ഫ്രൈ ചെയ്യാവുന്നത് നോക്കാം. നേരത്തെ എടുത്ത് മാറ്റി വെച്ച ചിക്കനിലേക്ക് 1/4 ടീസ്പൂൺ റെഡ് ഫുഡ് കളറും 1/4 ടീസ്പൂൺ യെല്ലോ ഫുഡ് കളറും ഒന്ന് എല്ലാ ചിക്കനിലേക്കും നല്ല പോലെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് കൊടുക്കാം. നമ്മളിതിൽ മുളക് പൊടിയോ മറ്റുള്ളതൊന്നും ചേർക്കുന്നില്ല. ജസ്റ്റ് ഈ ഫുഡ് കളർ മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇനി ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിന് വേണ്ടി ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഒലീവ് ഓയിൽ ഒഴിച്ച് കൊടുത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. നല്ലപോലെ വെന്ത ചിക്കൻ ആയതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതിയാകും. അങ്ങനെ നമ്മുടെ ചിക്കനും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഫ്രൈ ചെയ്ത ചിക്കനെ നമുക്ക് തയ്യാറാക്കി വെച്ച റൈസിൻ്റെ മുകളിൽ ഇതുപോലെ വെച്ച് കൊടുക്കാം. ഇനിയാണ് നമ്മുടെ മന്തി റൈസിൻ്റെ മെയിൻ ഐറ്റമായ ചാർക്കോൾ ഇതിലേക്ക് വെക്കുന്നത്. ഒരു ചെറിയ സ്റ്റീൽ പാത്രം എടുത്ത് അതിലേക്ക് ചാർക്കോൾ, ഞാനിവിടെ നമ്മുടെ സാധാ ചിരട്ട കത്തിച്ച ചാർക്കോളാണ് എടുത്തിട്ടുള്ളത്, കനലാണ് എടുത്തിട്ടുള്ളത്. അത് ഈ സ്റ്റീൽ പാത്രത്തിൽ ഇട്ട് കൊടുത്ത് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഒലീവ് ഓയിലും ഒഴിച്ച് കൊടുത്ത് ആ പുക വരുമ്പം തന്നെ നമുക്ക് ഈ മൂടി അടച്ച് വെക്കാം. ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 10 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ സ്മോക്കൊക്കെ ആ റൈസിൽ പിടിച്ച് വരണം. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ അടച്ച് വെക്കുന്നത്. അപ്പം നമുക്കിതിൽ കാണാൻ പറ്റുന്നുണ്ട് ആ സ്മോക്ക് ഇങ്ങനെ റൈസിലേക്ക് നിറയുന്നത്. പത്ത് മിനിറ്റിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് നമ്മുടെ ചാർക്കോളൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നും നമുക്ക് ചിക്കനും ഒന്ന് എടുത്ത് മാറ്റാം. എന്നിട്ട് റൈസ് നല്ല പോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ റൈസിലേക്ക് ചിക്കൻ്റെ ആ ഒരു കളറൊക്കെ കിട്ടിയിട്ടുണ്ട്. അതൊന്ന് നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കാം.
അങ്ങനെ നമ്മുടെ കുഴിയില്ലാത്ത കുഴിമന്തി റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചൂടോടെ കൂടെ തന്നെ സെർവ് ചെയ്യാം. ഞാൻ ഇതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു സോസും റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു വലിയ തക്കാളി, ഒരു ചെറിയ കഷ്ണം സവാള, ഒരു പച്ചമുളക്, ഇതിലേക്ക് 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് 1 ടേബിൾ സ്പൂൺ വെള്ളവും ഒഴിച്ച് നല്ല പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു സോസ് കുഴിമന്തി റൈസിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ എൻ്റെ കുഴിമന്തിയും സോസും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വരും ദിവസങ്ങളിൽ പുതിയ റെസിപ്പീസുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.